ഇന്ന് എനിക്ക് വലിയ സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി. അപ്പോൾ രാവിലെ ഞാൻ അവിടെ പോയേക്കായിരുന്നു. വല്ലാത്തൊരു വിഷമമായിരുന്നു. പക്ഷേ എന്നാലും ഇവർക്ക് അതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ഇവർക്ക് ഞാൻ ഫുഡൊന്നും കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ കാത്ത് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. അമ്മക്കുട്ടി ഇവിടെ എന്നെ കാത്ത് കിടക്കുകയായിരുന്നു ഗേറ്റിൻ്റെ അടുത്ത് തന്നെ. നമ്മുടെ ഗോപിയെക്കുട്ടി ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ഉള്ളവർക്കൊക്കെ അങ്ങോട്ട് കൊടുത്തു. വന്ന വഴി അവരെന്നെ കാത്തിരിക്കുക. അവർക്ക് നമ്മുടെ ദുഃഖങ്ങളോ നമ്മുടെ സന്തോഷങ്ങളോ ഒന്നും അവർക്കറിയില്ലല്ലോ. ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. വല്ലാത്ത തലകറങ്ങിയൊക്കെ തിരിച്ചു വന്നത്. പക്ഷേ വേഗം മീനൊക്കെ വേഗം വേവിച്ച് അവർക്ക് വേഗം ഞാൻ ചോറ് കൊടുത്തു. എന്താ ചെയ്യുക, നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. നാളെ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്നും അറിയില്ല. നല്ല ആരോഗ്യത്തോടെ ഓടി നടന്ന ഒരാളായിരുന്നു കേട്ടോ. ഞാൻ കോളേജിലെ മുതൽ ഒരുമിച്ച് പഠിച്ച എൻ്റെ വലിയ ഫ്രണ്ടാണ്. അവളുടെ ഹസ്ബൻഡാണ് മരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നല്ല ഒരു പ്രാർത്ഥന കൊടുക്കണം കേട്ടോ. വല്ലാത്ത സങ്കടമായിപ്പോയി, സഹിക്കാൻ പറ്റാത്ത വിഷമമായിപ്പോയി. എന്നെ കണ്ടതും അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കരച്ചിലായിരുന്നു. എനിക്കും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നാളെ നമുക്ക് എന്താവും എന്നറിയില്ല. പക്ഷേ ഈ നിമിഷം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്ത് ഇതുപോലുള്ള ജീവജാലങ്ങളൊക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. ആ കിട്ടുന്ന ഒരു സന്തോഷം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. നാളെ നമുക്ക് എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ അതും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് കേട്ടോ. ലോങ് വീഡിയോ ഇടേണ്ട ദിവസമാണ്, പക്ഷേ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്കില്ല. പക്ഷേ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ആ ആളുണ്ടാവണം. അവളുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ.